ഇത്തരം ചെടികൾ തോട്ടങ്ങളിൽ വളർത്തുന്നത് കാണാൻ ഭംഗിയുള്ള ഇലകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെയൊക്കെ പൂക്കൾ പലപ്പോഴും വളരെ ചെറിയ പൂക്കളായിരിക്കും, വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, വല്ലപ്പോഴേ പൂക്കുകയും ചെയ്യുള്ളൂ. ഈ ചെടികളെ ക്രോട്ടൺ അഥവാ പ്രിൻസ് എന്നൊക്കെയാണ് പറയുന്നത്. പല ഇനങ്ങളുണ്ട്. ഇതൊരുവിധം താരതമ്യേന ചെറിയ ഇലയുള്ള ടൈപ്പാണ്. ഇതിപ്പോൾ വാരിഗേഷൻ മഞ്ഞയും പച്ചയും കളറാണ്, ചിലതിന് വേറെ കളറുകളുണ്ടാവും. പിന്നെ ഇലകളുടെ ഷേപ്പിലൊക്കെ വളരെയധികം വേരിയേഷൻ ഉണ്ടാവും. ചിലത് വളരെ വലിയ ഇലകളുണ്ടാവും, പല പല ആകൃതിയിലുള്ള ഇലകളുണ്ടാവും. അങ്ങനെ ഒരുപാട് തരമുണ്ട്. മിക്കവാറും ഇതിപ്പോൾ ഇവിടെ 2 ചെടിച്ചട്ടിയിലാണ് വളർത്തിയിരിക്കണേ, കാരണം നഴ്സറിയിൽ നിന്ന് ചെടിച്ചട്ടി കൊണ്ടുവന്നു അങ്ങനെ തന്നെ വെച്ചു. പക്ഷേ വലിയ തോട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത് വേലി പോലെ ഉണ്ടാക്കും, ഹെഡ്ജ് എന്ന് പറയും. കുറേ ചെടികൾ അകത്തുണ്ടാവും, അതിൻ്റെ കള്ളികളായി തിരിച്ചിട്ട് കള്ളിയുടെ ബോർഡറിലൊക്കെ ഇങ്ങനത്തെ ചെടികൾ വെച്ചിട്ട് വെട്ടി നിർത്തും. ട്രിം ചെയ്ത് കറക്റ്റായിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ ചിലപ്പോൾ ട്രിം ചെയ്ത് നിർത്തും. പലതരത്തിലും ചെയ്യാറുണ്ട്. പിന്നെ നിലത്തെ മണ്ണിൽ നടുകയാണെങ്കിൽ ഇത്തരം ചെടികൾ അത്യാവശ്യം നല്ലോണം വലുതാവും, കൊച്ചു മരങ്ങളൊക്കെ ആയിട്ട് വളരാറുണ്ട്. ഇവിടെ പിന്നെ അതിനൊന്നും ചാൻസ് ഇല്ല, മുറ്റം മുഴുവൻ കോൺക്രീറ്റ് ടൈൽസ് ഇട്ടാണ്. അപ്പോൾ ആകപ്പാടെ ചെയ്യാവുന്നത് കുറേ ചെടിച്ചട്ടികളിൽ വളർത്തുക എന്നുള്ളതാണ്. ഇതിപ്പോൾ വളരെ ചെറിയ ചെടിച്ചട്ടിയാണ്, അപ്പോൾ അത്ര അധികമൊന്നും വളരുന്നു പ്രതീക്ഷിക്കേണ്ട. ഇത് കൊണ്ടുവന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ വളർച്ച വീണ്ടും മുരടിക്കും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം വെച്ചാൽ റീപോട്ടിങ് ചെയ്യണം, കുറച്ചുകൂടെ വലിയ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടണം വളരണതിനനുസരിച്ച്. നഴ്സറിക്കാരൊക്കെ പലപ്പോഴും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്.